ചോദിച്ചത് തെറ്റാണോ, ചോദിക്കാൻ പാടില്ലാത്തതാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. തെറ്റാണെങ്കിൽ എൻ്റെ കുറേ അധികം തെറ്റുകൾ ക്ഷമിച്ചതിൻ്റെ കൂട്ടത്തിൽ ഇതൂടെ. ഒരു വിവാഹം, ഭാര്യ, കുട്ടികൾ, കുടുംബം, ഇതൊന്നും എൻ്റെ സ്വപ്നത്തിലോ സങ്കല്പത്തിലോ ഇല്ലായിരുന്നു ഇന്നലെ വരെ. ഒരു അന്യപുരുഷൻ്റെ കൂടെ അല്ലാതെ വീട്ടിൽ താമസിക്കാനുള്ള ഒറ്റ വഴിയായിട്ടാണ് അച്ഛൻ ഈ കാര്യം പറഞ്ഞത്. അതിൻ്റെ ഒരവസ്ഥയും അവിടുന്ന് അങ്ങോട്ടുള്ള ജീവിതം ആലോചിച്ചപ്പോൾ അപ്പോഴതിൻ്റെ ഒരു ഫീൽ എനിക്ക് മനസ്സിലായത്. ജീവൻ്റെ അവസാന ശ്വാസം വരെ ഒരു പോറൽ പോലും വെക്കാതെ, ഒരു തരി മണ്ണ് പറ്റാതെ ഞാൻ നോക്കിക്കോളും. ഇത് വിശ്വസിക്കുന്നുവെങ്കിൽ, ഞാൻ ഈ പറയുന്നത് എൻ്റെ ഹൃദയത്തിൽ തൊട്ടുകൊണ്ടാണെന്ന് തോന്നുന്നുവെങ്കിൽ, പിള്ളയെല്ലാം ഏർപ്പാട് ചെയ്തോളൂ. ടൗണിലുള്ള രജിസ്റ്റർ ഓഫീസിൽ രാവിലെ 10 മണിക്ക് സകല ദൈവങ്ങളെയും സാക്ഷിയാക്കി ഒരു വിവാഹം. ആഘോഷങ്ങളോ അലങ്കാരങ്ങളോ ഇല്ലാതെ നമ്മളൊരു ജീവിതം തുടങ്ങുന്നു. നെഞ്ചുരുകി കരയുന്നത് കാണാൻ കാത്തിരിക്കുന്നവരുടെ മുന്നിൽ കൈകൾ കോർത്തു വെച്ച് തല ഉയർത്തിപ്പിടിച്ച് നമ്മൾ ജീവിക്കും. സാറേ, ആ പിള്ളേ വരുന്നു, ഇറങ്ങാം. എന്താടോ? നദിയെ കാണുന്നില്ല. കാണുന്നില്ലേ? അടുത്തുള്ള വീടുകളിലൊന്നും ചെന്നിട്ടില്ല. വീടും പരിസരവും എല്ലാം ഞാൻ നോക്കി. മുൻവാതിൽ തുറന്നു കിടക്കുകയാണ്. ഒരു ചെറിയ സ്ട്രഗിൾ നടന്ന ലക്ഷണങ്ങളൊക്കെ ഉണ്ട്. അപ്പുറത്തെ മെയിൻ റോഡിൽ 2 വണ്ടികൾ കുറെ നേരം കാത്തു കിടന്നായി കണ്ടവരുണ്ട്. അതിലൊരു വണ്ടി ഇവിടെ ആരും കണ്ടിട്ടില്ല. മറ്റത് ഷെരീഫിന്റെ സഫാരിയാണെന്നാണ് പറയുന്നത്. അവളവിടെ ഞാൻ പറയാം. അബൂബക്കർ സാഹിബിനോട് പറയണം ഞാൻ നന്ദി പറഞ്ഞായിട്ട്. പ്രത്യുപകാരം ഞാനിവിടെ എത്തിച്ചേരും വൈകാതെ. അമ്മച്ചൻ അവളെ എങ്ങോട്ട് കൊണ്ടുപോയി? അറിയില്ല, പഠിച്ചവനാണ്, അറിയില്ല. എനിക്കൊരു സഹായം വേണം. പറ മോനെ, എന്നാന്ന് വെച്ചാ പറ. ഈ ഉമ്മച്ചന് വടക്കേ മലബാറിൽ എവിടെ ക്യാമ്പ് ഉള്ളതെന്ന് കണ്ടുപിടിക്കണം. കാസർഗോഡിനടുത്ത്. പെട്ടെന്ന് വേണം, വളരെ പെട്ടെന്ന്. ഒരു 5 മിനിറ്റ്. ഞാൻ ഇപ്പൊ തപ്പിയെടുത്ത് തരാം. ഞാൻ മംഗലാപുരത്ത് നിന്ന് വന്നോണ്ടിരിക്കാം. വൈകിക്കേണ്ട, വിട്ടോ, ഞാൻ പോലെ എത്തിക്കോളാം.
ക്ഷമിക്കണം സബ് ഇൻസ്പെക്ടർ സോളമൻ, നിന്നെ ഇവിടെ എന്റെ മുമ്പിൽ എത്തിക്കാൻ എനിക്ക് ഈ ഒരൊറ്റ വഴി ഉണ്ടായിരുന്നുള്ളൂ. അറക്കിൽ അബൂബക്കർ എന്ന എന്റെ പൊളിറ്റിക്കൽ റിലേറ്റീവിന് അവളെ ഒഴിവാക്കണം. എനിക്ക് നിന്നെ വേണം. ഞങ്ങൾ അങ്ങനെ ഒരു ധാരണയിലെത്തി. അവളോടെ ദാ അവിടെ. കുറെ തോട്ടകൾക്കും വെടിമരുന്നുകൾക്കും നടുവിൽ മരണത്തിൽ നിന്ന് ഒരു കുഞ്ഞു തിരി മാത്രം അകലെ. ഉമ്മച്ച, ഞാൻ വരാം. താൻ പറയുന്ന സ്ഥലം, പറയുന്ന സമയം, എല്ലാ തെറ്റുകളും ഞാൻ ഏറ്റു പറയാം. അവളെ വിട്ടേക്ക്. അവളെ വിടും. അത് പക്ഷെ ഇപ്പോഴല്ല. രാജാക്കാട്ടിലെ നിന്റെ ക്വാർട്ടേഴ്സിനകത്ത് നീ കേട്ട എൻ്റെ ആ കരച്ചിലുണ്ടല്ലോ, അതിൻ്റെ ഒരു 10 മടങ്ങ് ഉച്ചത്തിൽ നീ കരയും. ദാ ഇവിടെ കേൾക്കാൻ ഞാനും എൻ്റെ ആളുകളും മാത്രം. എന്നിട്ട് നമ്മൾ പോവും. ഇടുക്കിയിൽ എവിടെയോ ഒരു റബ്ബർ തോട്ടത്തിലോ ഒരു വെള്ളക്കെട്ടിലോ നീ ഉപേക്ഷിച്ച എൻ്റെ ഡെന്നിച്ചന്റെ ശവം ഒരു നാട് മുഴുവൻ നോക്കി നിൽക്കാൻ നീ മാന്തിയെടുക്കും. എന്നിട്ട് ഞാൻ ചവച്ചു നോക്കിയ നിന്റെ ഒന്നിനും കൊള്ളാത്ത ശരീരം നിയമത്തിനും അധികാരികൾക്ക് ഞാൻ വിട്ടുകൊടുക്കും. അതിനുശേഷം തീരുമാനിക്കും ഇവളെ വിടുന്ന കാര്യം. ഉമ്മച്ച, നിങ്ങളൊരു രാഷ്ട്രീയക്കാരനാണ്. നാളെ ഒരു MLA-യോ മന്ത്രിയോ ആയിത്തീരേണ്ട താൻ ഒരു തെരുവ് ഗുണ്ടയുടെ ഭാഷയിൽ എന്നോട് സംസാരിക്കരുത്. നിയമത്തിന് മുന്നിൽ ഞാൻ കീഴടങ്ങാം. ഏത് നീതിപീഠത്തിന്റെ മുന്നിലും എന്റെ കുറ്റങ്ങൾ ഞാൻ ഏറ്റുപറയാം. പക്ഷെ ഒരു തെറ്റും ചെയ്യാത്ത അവളെ ഇതിന്റെ പേരിൽ ശിക്ഷിക്കരുത്. രാഷ്ട്രീയക്കാരൻ MLA-ക്ക് അവിടെ ജനമധ്യത്തില്, ഇവിടെ ഈ കരിങ്കൽക്കോറയ്ക്കകത്ത് ഉമ്മച്ചനൊരു ഗുണ്ടയാണോ? വെറും 3ാം ക്ലാസ് തെരുവ് ഗുണ്ട. സംശയമുണ്ടോ എനിക്ക്? നീ അനങ്ങരുത്. നിന്റെ കൈയോ കാലോ ഒരിക്കൽ കൂടി ഉയർന്നാൽ ഒരു തീപ്പൊരിയുടെ 100 അംശം മതി. ഇവളുടെ പൊടി പോലും പിന്നെ ബാക്കിയുണ്ടാവില്ല. അടിച്ച് നേരത്തെ
ഒരു കയ്യബദ്ധം, എന്തെങ്കിലും അവിവേകം ചെയ്തു കാണും. ഒന്നുകിൽ അവൾ, അല്ലെങ്കിൽ അവന്മാരിൽ ആരെങ്കിലും. ഏതായാലും നിന്നെ ഈ അവസ്ഥയിൽ കാണാനുള്ള യോഗം അവൾക്കുണ്ടായില്ല. ഭാഗ്യം. വേണ്ട സളമ. സളമ, സളമ. തെറ്റുകളൊക്കെ തിരുത്തി പുതിയൊരു ജീവിതം ആഗ്രഹിച്ചവനാണ് ഞാൻ. സമ്മതിച്ചില്ല. ഇനിയെല്ലാം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ചില കണക്കുകൾ എനിക്ക് ബാക്കിയുണ്ട്. അതിന് നമ്മളിൽ ഒരാൾ മാത്രം ജീവിക്കണം. നീ വേണ്ടോ ബച്ച? വേണ്ട സളമ, സളമ, സളമ.